ടെർമിനേറ്റർ സീറോ നെറ്റ്ഫ്ലിക്സിൻ്റെ ഏറ്റവും പുതിയ അനിമേറ്റഡ് സീരീസാണ്. ഒരു അടിപൊളി സീരീസ്. 8 എപ്പിസോഡേ ഉള്ളെങ്കിൽ 8 എപ്പിസോഡ് ഓരോ സിനിമ കാണുന്ന ഫീലോടുകൂടി കാണാം. 22 മിനിറ്റേ ഉള്ളൂ ഒരു എപ്പിസോഡ്. പക്ഷേ പെട്ടെന്ന് നമുക്ക് കണ്ടു തീർക്കാം. പക്ഷേ ഒരു കിടിലൻ സാധനം, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നൊരു സീരീസായിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഒരു അനിമേറ്റഡ് സിനിമ അല്ലെങ്കിൽ സീരീസ് കാണുന്ന ആ ഒരു ഫീലൊന്നും ഇത് കാണുമ്പോൾ തോന്നില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ എപ്പിസോഡാണ്. അതിന് പ്രത്യേകിച്ച് അതിൻ്റെ അനിമേഷൻ എടുത്ത് പറയേണ്ടതാണ്. അപ്പം നിങ്ങൾ ടെർമിനേറ്റർ സിനിമകളെല്ലാം കണ്ടിട്ടുണ്ട്. ആ ഒരു സ്റ്റോറി ഇഷ്ടമാണ്, ടെർമിനേറ്റർ എന്ന് പറയുന്ന ആ ഒരു ഫ്രാഞ്ചൈസി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സീരീസ് ആയിരിക്കും ഒരു ടെർമിനേറ്റർ സീറോ. കാരണം നമ്മൾ യൂഷ്വലി കണ്ടിട്ടുള്ള ടെർമിനേറ്റർ സ്റ്റോറികളിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആണ്. ഇതിനകത്ത് കുറച്ച് ടൈം ട്രാവലും കുറച്ച് ടൈം ലൈൻ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. നമ്മൾ യൂഷ്വലി കാണാറുള്ളത് അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതിനകത്ത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ലെങ്കിൽ ഇതിലത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സ്റ്റോറി നടക്കുന്നത് 1997 ആ ഒരു ജഡ്ജ്മെൻറ്റ് ഡേക്കൊക്കെ തൊട്ട് മുന്നെയാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. മാൽക്കം ലീ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, പുള്ളി ഒരു AI കണ്ടുപിടിക്കും. കൊക്കോരോ എന്ന് പറയുന്നൊരു കൊക്കരോ ജാപ്പനീസ് വേർഡുകൾ ഭയങ്കര പാടാണ്. ഒരു AI കണ്ടുപിടിക്കുന്നു. ആ AI ആണ് ഈ നമ്മളുടെ സ്കൈനെറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ്. അതായത് ജഡ്ജ്മെൻറ്റ് ഡേയിൽ അവർ ന്യൂക്സ് ഇടുകയാണല്ലോ, അങ്ങനെയാണല്ലോ സ്റ്റോറി വരുന്നത്. അപ്പോൾ ആ ഒരു ന്യൂക്കിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടൊരു AI കണ്ടുപിടിക്കുന്നു. ആ ഒരു AI ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ്, അപ്പോൾ ഈ ഒരു മാൽക്കം ലീയെ ടെർമിനേറ്റ് ചെയ്യാനായിട്ട് ഫ്യൂച്ചറിൽ നിന്ന് 2022 നിന്ന് ഒരു ടെർമിനേറ്റർ വരുന്നു. സ്കൈനെറ്റ് വിടുന്ന ഒരു ടെർമിനേറ്റർ വരുന്നു. അതായത് ഓൾട്ടർനേറ്റീവ് റിയാലിറ്റീസ് അല്ലെങ്കിൽ ടൈം ലൈൻസ് ഉണ്ടല്ലോ, അപ്പം അവർക്കെല്ലാം ടൈം ലൈൻസും അറിയാൻ പറ്റും. അപ്പോൾ അവർ ഇങ്ങനെയുള്ള ആളുകളെ ടെർമിനേറ്റ് ചെയ്യാനായിട്ട് ടെർമിനേറ്ററിനെ വിടുന്നു. ആ ഒരു ടെർമിനേറ്റർ വരുന്നു ആ ഒരു 1997. അപ്പം ഈ 2020 അതായത് 2022 പ്രസൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് എയ്ക്കോ എന്ന് പറയുന്ന, അതായത് കുറേ പ്രൊട്ടസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവർ ഒരു ടെർമിനേറ്ററിനെ വിളിച്ചിട്ട് ഈ സ്കൈനെറ്റിൻ്റെ കുറേ ഡേറ്റാസൊക്കെ എടുത്ത് ഇവർ ഈ സാധനം അറിഞ്ഞിട്ട് അതിൽ എയ്ക്കോ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ മാൽക്കം ലീയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ടൈം ട്രാവൽ ചെയ്തിട്ട് പാസ്റ്റിലോട്ട് പോകുന്നതാണ് സ്റ്റോറി. അങ്ങനെ അവിടെ ചെല്ലുന്നു. ആ ഒരു മാൽക്കം ലീയെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ ജഡ്ജ്മെൻറ്റിൽ നിന്ന് ഒഴിവാകുന്നു. ഈ നമ്മളുടെ ഈ ഒരു AI ഉണ്ടല്ലോ, ഈ AI എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈ AIയും സ്കൈനെറ്റും കൂടെ ലിങ്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം ഈ ടെർമിനേറ്റർ വന്നിട്ട് അത് മൊത്തത്തിൽ കുളവാക്കാനായിട്ടാണ് ടെർമിനേറ്റർ വരുന്നത്. അപ്പം അതൊക്കെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, എയ്ക്കോ എങ്ങനെ വന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് മാൽക്കത്തിന് 3 പിള്ളേരാണുള്ളത്. ആ ഒരു പിള്ളേർക്കൊക്കെ ഭയങ്കര റോളുണ്ട് ഈ ഒരു സീരീസിനകത്ത്. ഒരു സൈഡിൽ പിള്ളേരെ രക്ഷിക്കണം, അതേപോലെ തന്നെ മാൽക്കത്തിനെ രക്ഷിക്കണം, ആ ഒരു AI പ്രൊട്ടക്റ്റ് ചെയ്യണം. കുറേ സാധനങ്ങൾ പോകുന്നു. ഇതിൻ്റെ ഒരു 7ാമത്തെ 8ാമത്തെ എപ്പിസോഡിൽ കിടിലൻ കുറേ ട്വിസ്റ്റുകളുണ്ട്. കിടിലൻ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ അധികം ട്വിസ്റ്റുകളുള്ള ഒരു സീരീസായിട്ടാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളൊരു അടുത്തൊരു സീസൺ വന്നാൽ ഗംഭീരമായിരിക്കും. ഇതിൻ്റെ ബാക്കി സ്റ്റോറി എന്താണെന്ന് അറിയാനായിട്ടുള്ള ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടിയാണ്. ഇതിൻ്റെ സെക്കൻഡ് സീസണെ പറ്റിയിട്ടൊന്നും അവർ പറയുന്നില്ല. പക്ഷേ എന്നുണ്ടെങ്കിൽ ഒരു ഗംഭീര സാധനം. ഞാനത് എൻ്റെ ഉറപ്പ് വരികയാണ്. നമ്മൾ ഇരുന്നിങ്ങനെ കണ്ടുപോകും 8 എപ്പിസോഡും. ഇത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എന്ന് നമ്മൾ ചിലപ്പം വിചാരിക്കും. അതായത് കുറച്ചും കൂടെ ലെങ്ത് ഉള്ള ഒരു സീരീസ് ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ഒരു സീരീസായിട്ടാണ് എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്തത്. അനിമേറ്റഡ് ആയതുകൊണ്ട് നിങ്ങൾ കാണാതിരിക്കരുത്. അനിമേറ്റഡ് ആണെങ്കിലും ഒരു ലൈവ് ആക്ഷൻ്റെ ഫീലാണ് ഈ ഒരു സീരീസിനകത്ത് കിട്ടുന്നത്. ജാപ്പനീസ് ആണ് ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ എന്തായാലും ഉണ്ട്. നെറ്റ്ഫ്ലിക്സ് ആയതുകൊണ്ട് ഇംഗ്ലീഷ് വേർഷൻ ഉണ്ട്. പക്ഷെ ഞാൻ കണ്ടത് ഒറിജിനൽ ജാപ്പനീസ് വേർഷൻ സബ്ടൈറ്റിലിട്ടാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ഒറിജിനലി കാണുന്ന ആ ഒരു ടെർമിനേറ്ററിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആണ് ഇതെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ യൂഷ്വലി കണ്ടിട്ടുള്ളതിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട്, പക്ഷേ ഭയങ്കര രസം. ഇതിൻ്റെ ഒരു സിനിമ ലൈവ് ആക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് സൂപ്പറായിരിക്കും. ഇതിൻ്റെ കുറേ ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് സ്റ്റോറി ഈ ഒരു ത്രെഡിൽ നിന്ന്, ഈ ഒരു സീരീസിൽ നിന്ന് എടുക്കാൻ പറ്റും. കാരണം കുറേ ആൾട്ടർനേറ്റീവ് ടൈം ലൈൻസും അതേപോലെ തന്നെ ടൈം ട്രാവലും സംഭവങ്ങളൊക്കെ വെച്ച് കിടലമായിട്ട് എടുക്കാൻ പറ്റുന്നൊരു സിനിമയായിട്ടാണ് ഇനി ഇത് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത്. സ്കൈ ഡാൻസ് തന്നെയാണ് ഈ ഒരു സാധനം എടുത്തിട്ടുള്ളത്. എന്തായാലും ഒരു ഗംഭീര സാധനം നിങ്ങൾ പോയി കാണുക, കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ടെർമിനേറ്റർ സീറോ. അപ്പം ഇതാണ് ടെർമിനേറ്റർ സീറോയെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരെ ബൈ ഗൈസ്.